ഹലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ മൂന്നാമത്തെ ദിവസമാണ് അപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ക്രീമാണ് കേട്ടോ. കണ്ട് മുഖത്തിട്ടാൽ തന്നെ അലിഞ്ഞു പോവും. ബ്രൈറ്റനിങ് ക്രീമാണിത്. ഓക്കെ, സോ ഇതിൻ്റെ റിവ്യൂ ഞാനൊരു 12 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എൻ്റെ ബെഡിൽ ഫുള്ള് മെസ്സിയായി കിടക്കണമെന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, അത് കഴിഞ്ഞിട്ട് എണീറ്റു. സോ ഒരു നൈറ്റൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഞാൻ മുഖത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കുട്ടി വീഡിയോ ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പോവുകയാണ്. സോ വെയിറ്റ്. ഹേ എവരി വൺ, അപ്പോൾ ഈ ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഈ ഒരു പൗച്ചിൽ മൊത്തം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലമ്മിൻ്റെ തന്നെ റോസ് വാട്ടർ ടോണർ എന്ന് പറഞ്ഞിട്ടൊരു ടോണറുണ്ട്. ഇതിപ്പോൾ യൂസ് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഡക്ട്സിൽ ഈ ഒരു പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറും കൂടി കുടിക്കുകയാണ് കേട്ടോ അഡീഷണലായിട്ട്. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു SPF 50 ഉള്ള യുവെഡ്ജ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ നമ്മുടെ എന്താ പറയുക സൺസ്ക്രീനാണ്. ഇങ്ങനെ ഉണ്ടാവും. ഇത് മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നൈറ്റഡ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഡാസ്ലറിൻ്റെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇത് കുറച്ചും കൂടി NYBൻ്റെ കുറച്ചും കൂടി തീരാനുണ്ട്. അപ്പം അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമുക്ക് അതും തീർക്കണമല്ലോ. ഓ ഗൈസ്, ഇതിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. സോ നമുക്ക് ബാക്കി ഇതിലോട്ടിടാം, കുഴപ്പമില്ല. ക്രീം നല്ല വേസ്റ്റ് ആവുമോ എന്നൊരു പേടിയുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഇത് ഇത്രയും ഞാൻ മുഖത്തിടേണ്ടി വരും ഗൈസ്. ഉണ്ടാവും എന്തോ. ഓക്കെ, ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയൊന്നും ആവശ്യമല്ല കേട്ടോ മുഖത്ത്, പക്ഷെ ഇന്ന് എൻ്റെ കുറച്ച് കൂടിപ്പോയി ഗൈസ്. എന്നാലും ഇത്രയും അപ്ലൈ ചെയ്താൽ എന്താവും മുഖത്ത് എന്നുള്ള നമുക്ക് കണ്ടറിയണം. ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനൊരു അടിപൊളി ഫേസാണ് കിട്ടിയത്, കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും ഫസ്റ്റ്. പക്ഷെ ഇത് തീരെ ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പം ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കോംഫി മേറ്റിൻ്റെ വാവ്, ഫേസസ് കാനഡേൻ്റെ കോംഫി മേറ്റ് വാവ് എടുത്തിട്ട് ഒന്ന് അഡീഷണലി ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? ഇത് കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആണ് ഗൈസ്. പിന്നെ നമ്മൾ കണ്ണെഴുതി കൊടുക്കും.
കണ്ണും കൂടി എഴുതി കൊടുത്തിട്ട് നമ്മുടെ ഒരു കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയായി. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഒരുങ്ങൽ, വേറെ ഒന്നും ഇപ്പം അഡീഷണൽ ഞാൻ ചെയ്തില്ല. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കും ശ്രമിക്കാം. കണ്ടോ, വേറെ ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്തിട്ടില്ല, ഇത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. സോ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻ്റാണ്. എൻ്റെ വീട് വരുന്നത് വയനാടാണ്. ആൻഡ് വയനാട് എവിടെയാണെന്നുള്ളത് സർപ്രൈസാണ് കേട്ടോ. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ പറയാം. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മ്യൂസീഷ്യനാണ്, ഒരു ഓൺടർപ്രണറാണ്, പിന്നെ ആസ്പയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടിയാണ്. ആസ്പയറിംഗ് ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റർ ആകാൻ പോകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു അർത്ഥമാണ്, മീനിങ്ങാണ് വരുന്നത്. ആൻഡ് അതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ ഹാമ്പേഴ്സിൻ്റെ ഒരു പേജ് എനിക്കുണ്ട്, ഞാൻ ചെയ്യുന്ന ഹാമ്പേഴ്സ് ബൈ അഫ്നി, അവിടെ കൊടുക്കാം, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ മെയിൻ അക്കൗണ്ട് സുഹാദ, അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് മെയിൻലി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഗിത്താർ വായിക്കും, പാട്ട് പാടും, അതും ചെറുതായിട്ട് ആ ഒരു അക്കൗണ്ടിലുണ്ട്. സോ ഇത്രയൊക്കെയാണ് സോ എന്നെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.